അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എയർ ഫ്രയറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഹയറിൻ്റെ ഒരു എയർ ഫ്രയറാണ്. ഞാനിത് മോക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്, അല്ലാതെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, അങ്ങനെയൊന്നും കരുതരുത്. ഫസ്റ്റ് നമുക്ക് ഫ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ യാതൊരു എയർ ഫ്രയർ ആയാലും നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 180 ഡിഗ്രി 10 മിനിറ്റാണ് നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും ടൈം സെറ്റ് ചെയ്യാനും മുകളിൽ 2 നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ള ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവനായാലും എയർ ഫ്രയർ ആയാലും നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നമുക്ക് ഫ്രൈ ചെയ്ത രീതിയിൽ തന്നെ ആ ടേസ്റ്റോടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മസാല ആക്കി വെച്ചിരുന്ന ചിക്കൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കഷ്ണത്തിൻ്റെ വലിപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ പീസായപ്പം കുറച്ചുകൂടെ ടേസ്റ്റും ഫ്രൈ ചെയ്ത അതേ ഫീലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ്, പിന്നെ മറിച്ച് വെച്ചതിന് ശേഷം 15 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മൊരിയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 15 മിനിറ്റ് പിന്നെ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ മോളുടെ വീട്ടിൽ സർപ്രൈസായിട്ട് പോകുന്ന ഒരു ഡീറ്റെയിൽ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അടിപൊളിയായിട്ട് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സൂപ്പറായി ഫ്രൈ ചെയ്തെടുത്തതുപോലെ ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഹയറിൻ്റെ എയർ ഫ്രയറാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതിൻ്റെതും പിജിയോൻ്റെതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ പിജിയോൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കിയാൽ അറിയാം. അത് ഫ്ലോപ്പായിട്ടുള്ളതാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊന്നും പ്രൊമോഷൻ വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് OTGയിലും ചെയ്യാം. പക്ഷേ എയർ ഫ്രയറിലാവുമ്പോൾ നമുക്ക് കുറച്ചായാലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.